ഹലോ എവരി വൺ, ഇത് പിറ്റേ ദിവസം രാവിലെ 7 മണി. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഹായ്, ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ ഒരു 7:30-8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, താമസിച്ചിടത്തുനിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ സെൻറ്ററിൽ തന്നെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് വന്നു. ഇവിടെ ചായയും നല്ല വടയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി വെച്ചു. അപ്പോൾ അവിടേക്ക് വന്ന് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ട്രിപ്പിന് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നോർമൽ റെഗുലറായിട്ട് പോകുന്ന കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ പോകാനാണ്. എന്തായാലും നമുക്ക് കാണാം ടിക്കറ്റ്. ഹായ്, ഇത് നമ്മളെ രാവിലെ കുറച്ച് സാമ്പാർ വട, പിന്നെ നല്ല ചായ, കടുപ്പത്തിലുള്ള നല്ല ചായ ഭയ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് നമ്മൾ വേറെ കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു. ഇവിടെ നമ്മൾ എല്ലാവരും വരുമ്പോൾ വളരെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, പിന്നെ മോയർ ഗുണാക്കേഴ്സ്, പൈൻ ട്രീ ഫോറസ്റ്റ്, ചൂട് വേണം. നല്ല സാമ്പാർ ചട്നി കഴിച്ചിട്ട് അവർ തരിക. എങ്ങനെയുണ്ട് കിര? സൂപ്പറാ. എങ്ങനെയുണ്ട് ചായ? ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട്. ഇത് അപ്പർ ലേക്ക് വ്യൂ. ഇവിടെ നിന്ന് നമുക്ക് കൊടൈക്കനാൽ ലേക്കിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ, അപ്പർ ലേക്ക് വ്യൂ. ആ പേര് പറയുന്ന പോലെ തന്നെ വ്യൂ അവിടെ നിന്നുള്ളൊരു വ്യൂ അത് കാണിച്ചു തരാം. ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. അത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എൻട്രി ഫീസ് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പോവാം, നേരെ പോവാം. ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. ഭയങ്കര തിരക്കാട്ടോ, രക്ഷയില്ല. നോക്കിയാണെന്നില്ലെങ്കിൽ പോക്കറ്റൊക്കെ അടിച്ച് പോകുന്നു. ഇങ്ങനെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ഇവിടെ ഒരു 50 റുപ്പീസ് കൊടുക്കണം. പില്ലർ റോക്സ് എത്തി. ഇന്ന് ഭയങ്കര ക്രൗഡാ എല്ലായിടത്തും. അയ്യോ, തിരക്ക് നോക്കി. ഗുണാക്കേഴെത്തി. അവിടുത്തെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഗുണാക്കേഴെത്തി.
ഇവിടെ എത്തുമ്പോ ക്ലിയർ ആയിരുന്നു. ഇപ്പൊ കോട കയറി വരുന്നുണ്ട് കേട്ടാ. കോട വന്നോണ്ടിരിക്കും. കോട വന്നോണ്ടിരിക്കും. കോട നിറഞ്ഞു, ഒന്നും കാണാനില്ല. പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയാണ്, പക്ഷേ ഭയങ്കര തിരക്കാ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങണില്ല. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കിൽ നിന്നൊന്നും ഇങ്ങോട്ട് കയറിയുള്ളൂ. ഭയങ്കര ബ്ലോക്ക്. പിന്നെ എപ്പോഴും കയറാറുള്ളതുകൊണ്ട് കയറിയില്ല. അതിൻ്റെ തന്നെ ഒരു വ്യൂ ഇവിടെ ഉണ്ട്. അവിടെ കയറിയാൽ പിന്നെ സമയം കുറച്ച് വേസ്റ്റാണ്. കാരണം അത്രയ്ക്കധികം ആൾക്കാരുണ്ട്. അങ്ങനെ മോയർ പോയിൻറ്റോട് കൂടി റെഗുലർ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നലെ പെൻഡിങ് വെച്ചിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് വണ്ടി വിട്ടു. എപ്പോഴും ഇങ്ങനെയാട്ടോ, ഇത് കിട്ടില്ല സ്ഥലം തന്നെ. മറ്റേ നോർമൽ സ്ഥലങ്ങൾ കണ്ടു, റെഗുലർ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. നമ്മുടെ കൂക്കൽ നല്ല മിസ്സായിട്ടുണ്ടായിരുന്നു, കൂക്കൽ വില്ലേജ്. അങ്ങോട്ട് വരാൻ വേണ്ടി വന്നു. അപ്പൊ അവിടെ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നോക്കി ഇന്നലത്തെ ആ ഒരു സെയിം വൈബിലേക്ക് തന്നെയാണ് എന്നും പോയിട്ടിരിക്കുന്നത്. ഫുള്ള് കോട. കൂക്കലേക്ക് തിരിയേണ്ടി വഴിയാട്ടാ. ഇവിടെ നേരെ ഇന്നലെ പോയി നമ്മള്. ഇതാണ് കൂക്കലിലേക്ക്. കൂക്കൽ ലേക്ക് പിന്നെ ഫോൾസ് ഒക്കെ ഉണ്ട്, നോക്കാം. ഈ കൂക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്. പല റീൽസുകളിലും കണ്ടിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള വാട്ടർഫോൾസ്. ഞങ്ങളങ്ങനെ അത് അന്വേഷിച്ച് വന്നതാണ്. ശരിക്കും ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷെ അത് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു വഴിയാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളവിടെ നിന്നിട്ട് നമുക്ക് പെർ ഹെഡ് 150 അല്ലെങ്കിൽ 200 ഒക്കെ തരണമെന്ന് പറയും. അത് കൂടാതെ നമ്മൾ ഒരു അരമണിക്കൂറോളം ട്രക്ക് ചെയ്ത് പോയാലാണ് അവിടെ എത്തുള്ളൂ. ഈ വീഡിയോ ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി ഇടുന്നത്. നമ്മൾ ശരിക്കും അവിടെ പോയില്ല, കാരണം ഈ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും ദൂരം നടന്ന് പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. കാരണം കുറേ നടക്കാനുണ്ട്. പിന്നെ ബാച്ചിലേഴ്സ് അങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഓക്കെ. ഇതാണ് സ്ഥലം കൂക്കൽ. കൊടൈക്കനാലിലെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് വില്ലേജാണത്. സൂപ്പർ സ്ഥലമാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റും മൊത്തത്തിലുള്ള ഒരു ആംബിയൻസും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊടൈക്കനാൽ വരുന്നവരെന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതല്ലാതെ ഒരുപാട് ഗ്രാമങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന അറിയാലോ. മന്നവന്നൂർ, പൂണ്ടി, ക്ലാവര, കാവുഞ്ചി, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആ റൂട്ടല്ല, ഇത്തിരി ഉള്ളിലേക്ക് വരണം. അധികം ദൂരമല്ല, ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം.
ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോണ വഴിയാണ്. ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നടക്കാണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നടക്കണം. അവിടെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് അവർ വാങ്ങുന്നുണ്ട് ആ വീട്ടുകാർ. എന്തായാലും കണ്ടോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല സൂപ്പറാണോ. എപ്പോഴും ഇങ്ങനെ കോട ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കൂക്കലിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നേ തന്നെ പറയുള്ളൂ. കാരണം ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ അത് സൂപ്പറാണ്. അതൊരു കിടിലൻ എക്സ്പീരിയൻസാണ്, കിടിലൻ വ്യൂ. ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെത്താം. ഇത് നമുക്ക് എന്താ പറയുക, പല റീൽസിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു പെർ ഹെഡ് 50 രൂപ വാങ്ങുമവർ. ആ ഒരു വീട്ടുകാരുടെ ഒരു പ്രൈവറ്റ് തന്നെയാണിത്. പക്ഷെ അവിടെ നിന്നുള്ള ഒരു വ്യൂവും പിന്നെ ഇങ്ങോട്ടുള്ള ഒരു 10 മിനിറ്റുള്ള ട്രക്കിങ്ങൊക്കെ, 10 മിനിറ്റേ ഉള്ളൂ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കിടിലൻ എക്സ്പീരിയൻസാണ്. അപ്പോൾ കൂക്കലിൽ വരുന്നവരെന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്തോ. കാരണം 50 രൂപ കൊടുത്താലും പെർ ഹെഡാണ്. പക്ഷെ അത് നഷ്ടമില്ല, അത് നല്ല വെർത്താണ്. അങ്ങനെ നമ്മൾ 2 ഡേയ്സ് കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ചുരം ഇറങ്ങി തുടങ്ങാണ്. ഇപ്പോൾ സമയം 4:15 വൈകുന്നേരം. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് പിള്ളേരെ? അടിപൊളി സൂപ്പർ. ഏബിൽ എങ്ങനെയുണ്ട്? സൂപ്പറാ. അന്നോറയ്ക്കോ? സൂപ്പർ. ഓക്കെ. അപ്പൊ അങ്ങനെ തിരിച്ചു പോകാൻ തോന്നുന്നില്ല ആക്ച്വലി. കാരണം ഈ പ്രാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടി, നല്ല കോടയും നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്ത് ഇനി വരാൻ ചാൻസ് കുറവാണ്. ഇനി 6 മാസം കഴിഞ്ഞാൽ എന്തായാലും വരില്ല. അപ്പൊ എന്തായാലും തിരിച്ചു പോവാണ്. ഇത് നമ്മൾ വാങ്ങിയ പാഷൻ ഫ്രൂട്ടാ, നല്ല. അപ്പൊ പോണ വഴിക്ക് അത് കഴിക്കണം. അല്ല ഇവിടെ ഇഷ്ടമായ